എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് स्वागतम। आप सबको एक नया वीडियो में स्वागत है। अभी हम लोग सिंगापुर एयरपोर्ट में हैं। आज उधर से फ्लाइट बहुत लेट आया, 6 घंटे लेट हो गया और 6 घंटे का ट्रैवलिंग भी थी। और बोल रहे तो उधर से 9 बजे फ्लाइट था। 9 बजे के बाद 6 घंटा अगर ट्रैवल कर रहा तो इधर सिंगापुर का 4 बजे आना चाहिए। फिर 6 घंटा और लेट करके ऑलमोस्ट फ्लाइट आया 11 बजे के बाद। फिर हम इमिग्रेशन करके बाहर आ गया तो 1 बजे तक हो गया। क्यों मालूम, उधर ज्यादा प्रोसीजर्स है वो विजिटर्स के लिए। फिर वो सारा कुछ फॉर्म फिलअप करना पड़ेगा, वो भी ऑनलाइन में करना पड़ेगा। सारा ऑनलाइन में करके आया है 1 बजे के बाद। एयरपोर्ट में ही थोड़ा घुमा फिरा। फिर 10 बजे के बाद, दिन होने के बाद, फिर हम लोग होटल के लिए चला बाहर। ये अभी थोड़ा सुबह हो गया। देखो, हम लोग लगेज लेके जा रहा है, बच्चे भी है। लगेज लेके अभी ये एयरपोर्ट से टर्मिनल 3 में हमने उतारा। उधर से टर्मिनल 1 जा रहा हूँ, वो चल के जा रहा है। उधर देखो, एक मस्त जगह है, वो देखने के लिए जा रहा है। ഇവിടുന്ന് ടെർമിനൽ 3 ടെർമിനൽ 1 ഉള്ളൊരു വേ ആണ് ഈ കാണുന്നത്. ഇതുവഴി സ്കൈ ട്രെയിൻ ഉണ്ട്. സ്കൈ ട്രെയിൻ തീർത്തും ഫ്രീ ആണ്. നമ്മൾ സ്കൈ ട്രെയിനിൽ പോയില്ല, നടന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ചെറുതായിട്ടൊന്ന് നേരം വെളുത്തതിന് ശേഷം ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളൊന്ന് ഫ്രഷായി ആ സ്ഥലം കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ പോവാണ്. എന്തായാലും 10 മണി കഴിഞ്ഞ് ഹോട്ടലിലേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലേ, അത് കാരണം പിന്നെ പോയിട്ട് ഒരു കഥയില്ല। टर्मिनल 1 इधर फ्री स्काई ट्रेन है, लेकिन हम लोग उसमें नहीं गया, वापसी में उसमें आया है। देखो, स्काई ट्रेन जा रहा है उधर से। അതുവഴി സ്കൈ ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ। ഞങ്ങൾ അതിൽ പോയില്ല, തിരിച്ചു വരുമ്പോൾ സ്കൈ ട്രെയിനിൽ വരാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ പോയി. അവിടെ പോയിട്ട് അതിനകത്തുള്ള സീനറീസ് കാണാം കേട്ടോ, അടിപൊളി എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ എന്തായാലും പോയി നോക്കട്ടെ. പോയി നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളെയും കാണിച്ചു തരാം. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെ പോകാനേ പറ്റുള്ളൂ കേട്ടോ, വേറെ ഒരു വഴിയില്ല ഞങ്ങൾക്ക്. പുറത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല. പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു 10 മണിയായിട്ടേ പോകുന്നുള്ളൂ. ഇത് കണ്ടിട്ടേ പോകുന്നുള്ളൂ. നേരം വെളുത്തപ്പോൾ ട്രെയിൻ ഉണ്ട്, ബസ്സുണ്ട്, ടാക്സീസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ പോയില്ല. ഇവിടെ തന്നെ കുറച്ചു നേരം തങ്ങി ഒന്ന് റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശരിക്കും ടയേർഡായി. ഇതൊരു അമേസിങ് വേൾഡ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിനകത്ത് നിറച്ച് റെസ്റ്റോറൻറ്റ്സ്, പിന്നെ അവിടെ തൊട്ടടുത്ത് ക്രൗൺ പ്ലാസ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. इसके अंदर पूरा रेस्टोरेंट है, और बाजू में क्राउन प्लाजा रेस्टोरेंट है, वो 5 स्टार होटल है। लेकिन हमारा बुकिंग सिंगापुर सिटी में थे। वो हम लोग आज थोड़ा 10 बजे के बाद हम उधर जाएंगे, क्यों मालूम इधर चेक इन टाइम 1 बजे के बाद ही है। इसलिए तो हम लोग 10 बजे के बाद अगर मेट्रो में उधर जाऊंगा। मेट्रो एयरपोर्ट से मेट्रो है सिटी के लिए। हम लोग कार्ड लिया हुआ है, ऑलरेडी कार्ड लिया है। इधर $20 कार्ड में मिलेगा, $10 कार्ड के लिए देना पड़ेगा। ऐसा $30 कार्ड के अंदर रहेगा। अगर कार्ड यूज नहीं किया, अगर बाकी पैसा $1 भी बाकी है, हम लोग वापस आते वक्त उसको दे देंगे, तो वो कार्ड रिटर्न लेके वो पैसा वापस देगा। ഇവിടുത്തെ ഒരു ഇത് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ ബസ്സിലും ട്രെയിനിലും എല്ലാം ഒരു കാർഡ് തന്നെയാണ് പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാർഡ് വാങ്ങിക്കാൻ 10 റിയാൽ കൊടുത്താൽ കാർഡ് കിട്ടും. മൊത്തം 30 റിയാൽ കൊടുക്കണം. അത് 10 റിയാലിന് കാർഡിന്റെ കോസ്റ്റ് ആണ്, പക്ഷെ അതിനകത്ത് 30 റിയാൽ ഉണ്ടാവും. അത് കാർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്കും 1 റിയാലാണ്, അത് $1 അതിനകത്ത് ബാക്കി ഉണ്ടെങ്കിലും ആ $1 നമുക്ക് തിരിച്ചു വരും കേട്ടോ. बस में भी ट्रेन में भी एक ही कार्ड यूज कर सकता है। देखो, इधर इधर ഷെഡോ ഫോറസ്റ്റ് വില്ലേജ്, ഇതൊരു ഫോറസ്റ്റ് വില്ലേജ് ആണ് കേട്ടോ. ഒരു ഫോറസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതെല്ലാം മരങ്ങളെല്ലാം ഒറിജിനൽ ആണ്, അല്ലാതെ പ്ലാസ്റ്റിക്കും അങ്ങനെയൊന്നും അല്ല. നിങ്ങൾക്ക് ഞാൻ എന്താ കാണിച്ചു തരാം. ഇവിടെ ഒരു സീനുണ്ട്, ഇതിനകത്തൊരു സീനറിയാണ് ഇത്. സൂപ്പർ സീനറി എന്ന് പറഞ്ഞാൽ ആ എയർപോർട്ടിനകത്ത് ജനങ്ങളില്ലാത്തത് എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്.
ये इसके अंदर जो झाड़ दिख रहा है वो पूरा ओरिजिनल है, कोई डुप्लीकेट नहीं, कोई प्लास्टिक नहीं, कुछ भी नहीं है, ओरिजिनल फॉरेस्ट क्रिएट किया हुआ है। इधर कुछ नहीं है, ये समुंदर का किनारा है। तो ये फॉरेस्ट इधर क्रिएट किया हुआ है, उसके अंदर से ट्रेन जाती है और पानी गिर रहा है और वाटरफॉल्स है। देखो, एयरपोर्ट के अंदर मेरे को किसी कोई आदमी नहीं मिला। देखो इधर कितना आदमी है, इधर मेरे को लगता है 1 लाख आदमी से ऊपर होगा। രണ്ട് ടെർമിനലിന്റെ ഇടയിലാണ് ഈ ഭാഗം, ജുവൽ എന്ന് പറയുന്ന ഭാഗം കേട്ടോ. ഇത് ये दोनों ये दो टर्मिनल का बीच में है ये ज्वेल बोल के ये जगह। इसके अंदर से देखो वो ट्रैक दिख रहा है ना, वो उसका ट्रेन उधर से ही जाता है. देखो क्या ക്രിയേറ്റിവിറ്റി है, എന്തൊരു ക്രിയേറ്റിവിറ്റിയാണ് അത് ചെയ്തിരിക്കുന്നത്. ഏത് എഞ്ചിനീയർ തലയിൽ ഉദിച്ച ബുദ്ധിയാണെന്നറിയില്ല. സൂപ്പർ. ഇതുപോലെ ഞാനൊരു എയർപോർട്ടിലും കണ്ടിട്ടില്ല ഇത്രയും സെറ്റപ്പായിട്ട്. ഒരു എയർപോർട്ടും കണ്ടില്ല. ദുബായ് എയർപോർട്ട് ഭയങ്കര വലുതാണ്, പക്ഷെ ദുബായ് എയർപോർട്ടിനകത്തൊന്നും ഇങ്ങനെ ഒരു സെറ്റപ്പ് ഒന്നുമില്ല. ലോകത്തിലെ വലിയ എയർപോർട്ടിൽ ഒന്നാണല്ലോ ദുബായ്. അതുപോലെ തന്നെ ഖത്തർ എയർപോർട്ട്, ഇതൊക്കെ വലുതാണ്. പക്ഷെ എന്നാലും അവിടെ എങ്ങും ഇതിനകത്ത് ഇതില്ല, സെറ്റപ്പ് ഇല്ല. കണ്ടില്ലേ, ഇതിനകത്ത് കയറാനുള്ള ഓരോ ടിക്കറ്റ് ഫെയറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക്, അഡൽട്ടിന് ഓരോന്ന് യൂസ് ചെയ്യാനുള്ള ഫെയറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു കാര്യം, നിങ്ങൾ പൈസയായിട്ട് വന്നാലും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. പിന്നെ സിംഗപ്പൂർ വെരി എക്സ്പെൻസീവ് ആണ്, സ്പെഷ്യലി ഫുഡ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ട്രാവലിംഗ് എക്സ്പെൻസീവ് ആണ്. ഹോട്ടൽസ് പൊതുവെ മൊത്തത്തിൽ എക്സ്പെൻസീവ് ആണ്. ഇവിടെ ഒന്നും ഇതില്ല, ചീപ്പായിട്ടൊന്നുമില്ല. പിന്നെ ഈ കൺട്രി എന്ന് പറയുമ്പോൾ അറൗണ്ട് എനിക്ക് തോന്നുന്നു ഒരു 10-30 വർഷം മുന്നേ സഞ്ചരിക്കുന്ന ഒരു കൺട്രിയാണ്. എല്ലാത്തിനും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. അല്ല, അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അഡ്വാൻറ്റേജ് അല്ല, അഡ്വാൻസ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും അവർ മുന്നോട്ട് പോകുന്നത്. ഇവിടെ നമ്മള് എയർപോർട്ടിൽ വന്നു, നമ്മുടെ അടുത്ത് വിസ ഇല്ലെങ്കിലും ഇവിടെ 96 മണിക്കൂർ ഇന്ത്യക്കാർക്ക് നിൽക്കാൻ പറ്റും കേട്ടോ. അത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലുള്ള കൺഫേം ടിക്കറ്റ് അവരെ കാണിച്ചു കഴിഞ്ഞാൽ അവർ 96 മണിക്കൂർ ഇവിടെ വിസ ഇല്ലാതെ സ്റ്റേ ചെയ്യാൻ പറ്റും. അത് ഇന്ത്യക്കാർക്ക് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടല്ലോ നിങ്ങൾ, അടിപൊളിയല്ലേ? ഇവിടെ നോക്കി എന്തുമാത്രം ജനം നിൽക്കണം നോക്കി. ആ എയർപോർട്ടിനകത്തുള്ള ജനങ്ങളും മൊത്തം, അതായത് അടുത്ത ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ജനങ്ങളും മൊത്തം, അതായത് കുറച്ച് ലോങ് വെയിറ്റിംഗ് ഉള്ളവർ, കണക്ഷൻ ഉള്ളവർ, ഇങ്ങനെയുള്ളവരെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ലോക്കൽസും വെളിയിൽ കൂടി ഇങ്ങനെ ഇവിടേക്ക് വരുന്നുണ്ട്. അവർക്ക് വെളിയിൽ കൂടി എയർപോർട്ടിന്റെ ഈ ഭാഗത്തേക്ക് വരാം, ഇവിടെ വന്ന് എൻജോയ്മെന്റ് ചെയ്യാം. കൂടുതലും ചൈനീസ് ആണ് ഈ കാണുന്നത്. ഇപ്പൊ ചൈനീസ് ആൾക്കാരാണ് കൂടുതലുള്ളത് കേട്ടോ അവിടെ. അപ്പൊ ചൈനക്കാർ ആവശ്യം പോലെ ഉണ്ട്. ഞങ്ങൾ എന്തായാലും അവിടെ ജിവലൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വന്നു. ഇവിടെ നിന്ന് ട്രെയിൻ കയറി ഞങ്ങള് സിറ്റിയിലേക്ക് പോവാണ്. അവിടെയാണ് നമ്മുടെ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അവിടെ പോയി നോക്കാം എന്തായാലും. ഒരു അബദ്ധം പറ്റി കേട്ടോ. ഞങ്ങള് ട്രെയിനിൽ കയറി, ഒരു ട്രെയിനിൽ കയറി പകുതി പേര് കയറിയില്ല. ഡോർ അടഞ്ഞു പോയി. അത് കാരണം ഞങ്ങൾ ഇടയ്ക്ക് ഞാനും മോനും മോളും കൂടി ഈ സ്റ്റേഷനിൽ ഇറങ്ങി. അവര് വൈഫും കുട്ടികളും വരണത് വരെ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തു. ഈ സ്റ്റേഷനിൽ ഒരു മനുഷ്യരും ഇല്ല കേട്ടോ. അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനാണ്. ഞങ്ങളും ഉണ്ട്, വേറെ ആൾ അവിടെ നിന്ന് നടന്നു വരുന്നുണ്ട്, അയാൾ മാത്രമേ ഉള്ളൂ. ഇനി അതേ 5 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത ട്രെയിൻ വരും. 5 മിനിറ്റ് ഒന്നുമില്ല, അതിന് മുന്നേ ട്രെയിൻ വരും. ആ ട്രെയിനിൽ കയറി എന്തായാലും ഞങ്ങൾ ഒരുമിച്ച് പോകും. उसमें अच्छे खाना खाया, फिर थोड़ा ऐसा बाहर घूमने के लिए आया. लेकिन एक प्रॉब्लम हम लोगों को, मेरे को छोड़ के बच्चे लोगों को और वाइफ को चिकन पॉक्स हो गया. अभी आज का दिन हम लोग टिकट कंफर्म किया, वापस जा रहा हूँ, इसलिए इधर ही ट्रैवलिंग खत्म कर दिया. सारे को चिकन पॉक्स हो गया. अभी कुछ नहीं कर सकता है, क्या करेंगे. अभी ज्यादा होने से पहले
घर पहुंचना है, क्यों मालूम अगर ज्यादा हो गया तो फिर फ्लाइट में कोई बिठाएगा भी नहीं. എല്ലാവർക്കും എന്നെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ചിക്കൻ ബോക്സ് ആയി. ചിക്കൻ ബോക്സിന്റെ തുടക്കമായിരുന്നു ഇന്നലെ മുതലേ. പനിയും ജലദോഷവും ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാവർക്കും ശരീരം വേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും ചിക്കൻ ബോക്സ് വന്നു. എനിക്ക് മാത്രം വന്നില്ല, എനിക്ക് നേരത്തെ വന്നിട്ടുള്ളതുകൊണ്ട് വന്നില്ല. അപ്പോ ഇനി കൂടുതൽ മുഖത്തും അവിടെ എവിടെയൊക്കെ വരുന്നതിന് മുമ്പ് ഞങ്ങൾ എത്രയും പെട്ടെന്ന് വീട് പിടിക്കുക. അതുകൊണ്ട് ടിക്കറ്റ് റീകൺഫേം ചെയ്തു. ഇന്ന് വൈകുന്നേരത്ത് ഞങ്ങളുടെ ഫ്ലൈറ്റ് ആണ് കേട്ടോ. അപ്പൊ അതുവരെയും ജസ്റ്റ് ആഹാരം കഴിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു എന്തെങ്കിലും വാങ്ങാന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ലോക്കൽ മാർക്കറ്റിലേക്ക് വന്നതാണ്. ഞങ്ങൾ തിരിച്ചു ഹോട്ടലിലെത്തി. സിറ്റിയൊക്കെ കഴിഞ്ഞു, പെട്ടെന്ന് കഴിച്ചു കേട്ടോ. അവിടെ എല്ലാം കഴിച്ചു ഞങ്ങൾ തിരിച്ചു ഹോട്ടലിലെത്തി. ഡ്രസ്സൊക്കെ എടുത്തു. ഞങ്ങള് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രഷ് ആയി. ഫ്രഷ് ആന്ന് പറഞ്ഞാൽ വെള്ളമൊന്നും തട്ടാൻ പെടാത്തതുകൊണ്ട് പെട്ടെന്ന് റെഡിയായി. हम लोग वापस होटल में आ गया. थोड़ा जल्दी फ्रेश हो गया. फ्रेश होना बोले तो जल्दी ये नहीं कर सकता, पानी नहीं लगा सकता ना, इसलिए तो थोड़ा सा ऐसा टवल वगैरह वगैरह लेके थोड़ा फ्रेश का हो गया. अभी हम लोग एयरपोर्ट के लिए निकल रहा हो. अभी लगेज भी ले लिया. अभी होटल से सीधा हम लोग एयरपोर्ट निकलेगा. तो आज रात को ही फ्लाइट है, 8 बजे के बाद. इधर से हम लोग को इंडिगो फ्लाइट है, उसी में ही टिकट मिला था इंडिगो में. ज्यादा देर इधर नहीं रुक सकता हूँ, क्यों मालूम अगर चिकन पॉक्स बढ़ गया तो फिर फ्लाइट में कोई अलाउड नहीं करेगा जाने के लिए. फिर बहुत बड़ा मुसीबत बन जाएगा. ഇവിടെ കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. നമ്മൾ ഇതിന് മുഖത്തൊക്കെ ഭയങ്കരമായിട്ട് വന്നു കഴിഞ്ഞാൽ, ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്ലൈറ്റിൽ പോകാൻ സമ്മതിക്കില്ല. മുഖത്ത് വരുമോ വരില്ല എന്നുള്ളത് ഒരു പരീക്ഷണം നടത്താൻ ഞങ്ങൾ എന്തായാലും തയ്യാറല്ല. ഞങ്ങളിപ്പോ എന്തായാലും എയർപോർട്ടിന്റെ അവിടെ എത്തി. ഇനി എന്തായാലും എയർപോർട്ടിൽ അകത്തേക്ക് കയറാം. നമ്മൾ ടാക്സി വിളിച്ചാ വന്ന കേട്ടോ. അവിടെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. പാർക്കിങ്ങിൽ നമ്മളിങ്ങനെ നടന്നു പോവാണ്. ലഗേജ് ഒക്കെ എടുത്ത് ചോട്ടു ആ ചെറിയ ട്രോളിയിൽ ഇരുന്ന് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോവാണ്. ഇത് എയർപോർട്ടിന്റെ വെളിഭാഗമാണ് കേട്ടോ. ഇനിയിപ്പോ എന്തായാലും അകത്തേക്ക് പോയി ചെക്ക് ഇൻ ചെയ്യാം. കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാനും കാണിക്കാനുമുള്ള ഒരു ശാരീരിക അവസ്ഥയിലല്ല. എന്ന് പറയുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ തന്നെ എല്ലാം ചെയ്യണം. ആ ഒരു അവസ്ഥയിലേക്ക് പോയി. ഇനിയിപ്പം കുട്ടികളെല്ലാം തളർന്നു കേട്ടോ. ഏതാണ്ട് നല്ലതുപോലെ ടയേർഡായി. അവർക്ക് ഇങ്ങനെ കൂടി വരികയാണ് ബുദ്ധിമുട്ട്. അപ്പൊ അതിനു മുമ്പ് എത്രയും പെട്ടെന്ന് വീട് പിടിക്കുന്നതാണ് നല്ലത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് പറഞ്ഞാൽ ഞങ്ങള് തട്ടിക്കൂട്ടിയ ഒരു വീഡിയോ ആണ്. ലഗേജ് ഒക്കെ ദേ ഇരിക്കുകയാണ്. എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം.